എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പാവയ്ക്ക പൊരിക്കാൻ പോവുകയാണ്. പച്ചപ്പാവയ്ക്ക അരിഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല പോലെ കഴുകി. ഇതിന് കയ്പൊന്നുമില്ല, ചെറിയൊരു കയ്പേ കാണുള്ളൂ. അത് തോരൻ ആയിട്ടോ അല്ലെങ്കിൽ പൊരിച്ചോ എടുക്കുന്ന സമയത്ത് ചോറിനൊപ്പം കഴിക്കുമ്പം ആ കയ്പൊന്നും അറിയില്ല. അല്ലെങ്കിലും പാവയ്ക്കയിലുള്ള കയ്പ് നല്ലതാണെന്നാണ് പറയുന്നത്, ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, കടുകിട്ടു, കരിവേപ്പില ഇട്ടു. നമുക്ക് പാവയ്ക്ക എടുത്തിടാം. പാവയ്ക്ക ഇട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് ഒന്ന് വാടിയിട്ട് വരും. ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മുളക് പൊടിയെല്ലാം ചേർക്കണം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഉപ്പ് വളരെ കുറച്ചാണ് ഇട്ടത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം നോക്കിയതിൻ്റെ ശേഷം. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വഴറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൽ പച്ചമുളക്, കരിവേപ്പില ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ട്. അത് വേവുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ഒന്നുകൂടെ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുവിധം എല്ലാ തോരനായാലും മെഴുക്കുരട്ടി ആയാലും പൊരിക്കുന്നതായാലും ഒന്നും വെള്ളം ഒഴിക്കാറില്ല. പരമാവധി വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പാവയ്ക്ക ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. മുളക് പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചതാണ്. ഇനി വെള്ളമൊന്നുമില്ല. ഇനി ഇതിൽ കിടന്നൊന്ന് ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ പാവയ്ക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടച്ചിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ച് വേണം ഇതിനെ ഒന്ന് ഇളക്കി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ചീനച്ചട്ടിക്കകത്ത് പരത്തി വെക്കാം. ഇങ്ങനെ പരത്തി വയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിഞ്ഞു പൊക്കോളും. ഉപ്പ് പാകത്തിനായി പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട്. ഇത് അധികം കയ്പൊന്നും ഉണ്ടാവില്ല. കാരണം കയ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ആദ്യം നന്നായിട്ട് കഴുകി അരിഞ്ഞ ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം വെച്ച് അതിൽ നിന്നും വീണ്ടും 1-2 തവണയും കൂടെ കഴുകിയെടുത്തു. അപ്പോൾ വെജിറ്റബിൾ സാധാരണ അരിഞ്ഞിട്ട് കഴുകരുതെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ അരിഞ്ഞിട്ട് കഴുകാറില്ല. എല്ലാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം അരിഞ്ഞ് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാവയ്ക്കയുടെ കയ്പൊന്ന് കുറച്ച് കുറയാൻ വേണ്ടി മാത്രം, പാവയ്ക്ക മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയൊരു കയ്പേ കാണുള്ളൂ, കഴിക്കാൻ പറ്റാത്തത്ര കയ്പൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പാവയ്ക്ക പൊരിച്ചത് റെഡിയായി. അപ്പം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ കൂടെ എന്നെയും കൂടെ കൂട്ടണം. അതാണ് എനിക്ക് സ്നേഹം, സന്തോഷം. ഓക്കെ, ബൈ.